നല്ല സ്വഭാവങ്ങൾ അവരെ ശീലിപ്പിക്കണം. നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരോടുകൂടെ പങ്കുചേരണം. നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരുടെ കൂട്ടുകാരാകണം. സ്നേഹത്തോടെ ഉപദേശങ്ങൾ നൽകണം. നല്ല സ്വഭാവങ്ങൾ അവരുടെ രൂപത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകായോഗ്യരാകണം നമ്മൾ. നല്ല കാര്യങ്ങളിൽ അവരെ ഭാഗവാക്കാകണം. നിങ്ങൾ കണ്ടില്ലേ, ചെറിയ ചെറുപ്പക്കാരനായ ചെറിയ ചെറുപ്പത്തിൽ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുട്ടിയായ വലിയ വലുപ്പത്തിലേക്ക് ഉയരാത്ത ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹായത്തിന് കൂട്ടി. പരിശുദ്ധമായ കഅബ നിർമ്മാണം നടക്കുന്ന സമയത്ത് മകനെ സഹായത്തിന് കൂട്ടുന്നു ഉപ്പ. നല്ല കാര്യങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം. നല്ല വിഷയങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം. അതവര് പഠിക്കാൻ വലിയൊരു മാർഗമാണ്. നമ്മുടെ ഇന്ത്യയിലെ മുൻ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. മരണപ്പെട്ടുപോയി. APJ അബ്ദുൽ കലാം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഖുർആനൊക്കെ നന്നായി വളരെ വശ്യമായി ഓതാൻ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കുറെ സൂറത്തുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. യാസീൻ സൂറത്തൊക്കെ കാണാതെ അറിയുന്ന അദ്ദേഹം പറഞ്ഞപ്പോ ചോദിക്കുന്ന പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയാ ഇതൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ, സുബൈ നിസ്കാരത്തിന് ബാപ്പൊരു മുഅദ്ദിനാണല്ലോ, അദ്ദേഹത്തിന്റെ ഉപ്പൊരു മുഅദ്ദിനാണ്, വാങ്ങിക്കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ സുബൈക്ക് പോകുമ്പോ വാപ്പ എന്റെ കൈയും പിടിച്ചുകൊണ്ടുപോകും. പള്ളിയിലൊരു ഭാഗത്ത്, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, പള്ളിയിലൊരു ഭാഗത്ത് എന്നെ ഇരുത്തിയിട്ട് നിസ്കരിക്കുന്നവരെ നിസ്കാരം നോക്കി പഠിക്കാൻ പറയും. അതൊരു ശൈലിയാ. ഇത് നമ്മളാകെ മക്കളെ കൊണ്ടുപോലെ കല്യാണത്തിന് മാത്രം, വേറെ ഒരു സംഗതിക്കില്ല, വേറെ ഒരു നന്മയിലേക്കില്ല. എല്ലാ നല്ല അവസരങ്ങളിലേക്കും മക്കളെ കൊണ്ടുപോകണം. അപ്പേ അവർ നന്നായി കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എത്ര മക്കളുള്ള മഹാനാണ്. സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അല്ലാഹു തആല 100-ലധികം മക്കളെ നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കളെ. അത്രയും വലിയ സന്താന സൗഭാഗ്യമുള്ള മഹാൻ. ആ മക്കളെയൊക്കെ കൊണ്ടുപോകുന്നൊരു സദസ്സുണ്ട് നാട്ടില്. ഒരു ഘട്ടത്തിലല്ല, വിവിധ ഘട്ടത്തില്. ഏതെങ്കിലും ഒരു സ്വഹാബി ഖുർആൻ ഓതി തീർക്കുന്ന ഖത്മിന്റെ സദസ്സറിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും ഈ മക്കളെ മുഴുവനും. വീട്ടിൽ മഹാനവറുകൾ ഖത്മ് തീർക്കുന്ന അന്ന് ഭാര്യയെയും മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് ഖത്മിന്റെ ദുആ നടത്തും. നമ്മൾ ഖത്മിന്റെ ദുആ നടത്തണമെങ്കിൽ വാപ്പയോ വല്യപ്പയോ മരിക്കേണ്ടി വരും അവിടെ. അല്ലാതെ ഹയാത്ത് കാലത്ത് നിങ്ങളൊന്ന് കയ്യൊന്നിച്ചാണ് വീട്ടിൽ മക്കളെയും വാപ്പയും ഒക്കെ കൂട്ടിയിട്ട് ഖത്ം ദുആയിരുന്ന ആൾക്കാർ ഉണ്ടാകൂല. ഖുർആൻ ഓതി ഖത്മ് തീർക്കുമ്പോ ഭാര്യയെയും ഉമ്മയെയും കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി മക്കളെ കൂട്ടിയിട്ട് ദുആ. ആ ദുആ അല്ലാഹു തആല ഇജാബത്ത് നൽകുന്ന ദുആയാണ്. ഖത്മുൽ ഖുർആന്റെ ദുആന് ഒരു നിലക്കും ഉത്തരം കിട്ടാതിരിക്കൂല. ആ ദുആർക്കുമ്പോ ഞങ്ങളൊക്കെ നന്നാക്കണേ അല്ലാ, ഇതെന്റെ മക്കളാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഉമ്മയാണ്. ഓരോരുത്തർക്കും സ്പെഷ്യലായി ദുആർക്കാലോ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ബാക്കിയൊക്കെ മലയാളത്തിൽ ദുആർന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഹംദും സ്വലാത്തും അറബിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എല്ലാവർക്കും കിട്ടൂലേ. ബാക്കി അങ്ങ് മലയാളത്തിൽ അങ്ങ് ദുആർക്കുക. അവസാനം ഒരു സ്വലാത്തും ഒരു ഹംദും. എത്ര നല്ല സദസ്സാണ്. ഖത്മുൽ ഖുർആൻ തീർക്കുന്ന സമയത്തൊക്കെ മഹാനവറുകൾ ചെയ്തിരുന്നു. അതവരുടെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ, വിഷയങ്ങൾ നമ്മിൽ അന്യമായി പോയി. നമ്മിലാകെ തളം കെട്ടി നിൽക്കുന്നത് ഭൗതികതയുടെ ചില ചിത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മാത്രം നന്നായി കിട്ടുമെന്ന് കരുതരുത്. അങ്ങനെ ആരും ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ആത്മീയമായ വശങ്ങൾ മുഴുവനും നമ്മിൽ ഉണ്ടായിത്തീരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്മക്കവരെ സാക്ഷികളാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്ലിങ്ങനെ പടുക്കുന്ന സമയത്ത് ആകുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മകൻ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നു. എന്തിനാപ്പോ ഈ പങ്കെടുപ്പിക്കുന്നത്? ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി മലക്കുകളെ കൊണ്ട് ശിലവാകി നിർമ്മിച്ച വിശുദ്ധമായ കഅബത്തുൽ മുശറഫ, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലാണ് ഈ മകനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ചെറിയൊരു ഖൈറല്ല. എല്ലാ നന്മകളിലും
മക്കള് കൂടെയുണ്ടാകണം. അതവര് നന്മ കണ്ടു പഠിക്കുന്നതിനും അതിലായി വളരുന്നതിനും വലിയ നിമിത്തമാണ്. അവരതിന് സഹായത്തിന് നമ്മൾ കൂട്ടണം. പഴയ കാലത്തൊക്കെ ഖുർആൻ ഉമ്മയോതുമ്പോ ഉപ്പയോതുമ്പോ മക്കളെ കൈകളിലും ഖുർആനാണ്. അവരും ഒരുമിച്ചിരുന്ന് ഓതുകയാണ്. എല്ലാവരും ആ നന്മയിൽ സംബന്ധിക്കുമ്പോ ആ വീട്ടിലും ആ കുടുംബത്തിലും അല്ലാഹു നൽകുന്ന ബറക്കത്ത് വിവരണാതീതമാണ്. ഖുർആൻ ഓതുന്ന കുടുംബമല്ലേ അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്തിനും ബറക്കത്തിനും അവർ കാരണക്കാരാണ്. ഒരു ഖുർആൻ ഓതുന്ന വീട് തന്നെ ആലോചിച്ചു നോക്കൂ, എത്ര ബറക്കത്തുള്ള വീടാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ പാര ഓത്ത് ഒരു വീട്ടിൽ നടക്കുമ്പോ ആ വീട്ടിലുള്ള എല്ലാറ്റിനും ബറക്കത്താണ്. ആ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക്, കുടിക്കുന്ന പാനീയങ്ങൾക്ക്, എല്ലാ സംഗതികൾക്കും അതിന്റെ ബറക്കത്ത് ദായിമായി കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നല്ല സ്വഭാവങ്ങൾ, നല്ല സംസ്കാരങ്ങൾ അവരെ ശീലിപ്പിക്കണം. നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അവരും കണ്ടുപഠിക്കണം. ബാപ്പ എത്രമാത്രം അള്ളാഹുവിനെ ഖൗഫുള്ള ആളാണോ, ഉമ്മ എത്രമാത്രം ഭക്തിയുള്ള ആളാണോ, മക്കളിലും ആ ഭക്തിയും ആ ത്യാഗബോധവും ആ സന്ദേശവും നിലനിൽക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ നല്ല ഖൗഫോടെ നല്ല ഭക്തിയോടെ ജീവിച്ചത് മഹാനവറുകളുടെ ഭക്തി മൂലമാണ്. ഭരണാധികാരിയായിരുന്നിട്ട് പോലും ഒരൊറ്റ മകനും ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ ഒരിക്കലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. തന്റെ മക്കളിൽ ഒരു മകൻ മദീനയുടെ ചുമതലയുള്ള മകനായിരുന്നു. ആ മകൻ ഒരു മോതിരം വാങ്ങിയപ്പോ അതിന്റെ ആ മോതിരത്തിന്റെ കല്ല് വെക്കുന്ന ഈ കെട്ടിന്, കല്ലിന്റെ ഭാഗമുണ്ടല്ലോ, നമ്മളൊക്കെ മോതിര കല്ല് വെക്കുന്ന ഭാഗം, അതിന്റെ ഭാഗത്തുള്ള ആ ഒരു പീടക്ക് 1000 ദിർഹമിന്റെ വിലയുണ്ടായി എന്നുള്ള വിവരം കിട്ടിയപ്പോ കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, അത്തരത്തിൽ വിലപിടിപ്പുള്ള, വില കൂടുതലുള്ള മോതിരം നീ ധരിക്കരുത്. നീ ഒരു ഭരണാധികാരിയാണ്. പാകത്തിനുള്ള ജീവിതം മതി, പാകത്തിനുള്ള ജീവിതം മതി. ഖജനാവിൽ പണമുണ്ടെങ്കിലും സ്വന്തം ആവശ്യത്തിന് ഇത്രയും അധികം ഉപയോഗിച്ചുകൂടാ എന്ന് ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകനെ നിർദ്ദേശിക്കുന്നു. രാജ്യം